ലഹരിക്കെതിരെ ശക്തമായ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ CPI-എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നമുക്കൊപ്പം ചേരുകയാണ്. പക്ഷേ ലഹരി സമൂഹത്തെ ആകെ കാർന്നു നിന്നുന്നു. നിരവധി കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സർക്കാർ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി പ്രവർത്തകരൊക്കെ പിടിക്കപ്പെടുന്നു. എങ്ങനെയാണ് പാർട്ടി ഇതിനെ നോക്കിക്കാണുന്നത്? ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കേരളത്തിലെ പോലീസും എക്സൈസും ചേർന്നുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെയാണ് ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിൻ്റെയും കർശനമായ നിലപാടിൻ്റെയും ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ലഹരിക്കെതിരായ വലിയ ക്യാമ്പയിൻ എല്ലാവരെയും ചേർത്തുകൊണ്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും എന്നാണ്. അത് രണ്ട് ഭാഗമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ലഹരിക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കണം. രണ്ട്, അത്തരത്തിലേക്ക് നീങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങൾ, ക്യാമ്പയിൻ നടത്തണം. ഈ രണ്ട് രീതിയിലുള്ള പ്രവർത്തനവും നമ്മൾ സജീവമാക്കണം. അതിൽ കക്ഷികളെ നോക്കി, രാഷ്ട്രീയം നോക്കി, വിദ്യാർത്ഥി സംഘടനയുടെ പേര് നോക്കി അവരാണ് ഇവരാണ് എന്നൊക്കെ വിശദീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ആരായാലും ഇതിനടിമപ്പെട്ടു പോയവരെ ആദ്യം മോചിപ്പിക്കണം. അതാരായാലും, ഏത് വ്യക്തിയായാലും. അത് കുടുംബത്തിനൊരു ബാധ്യതയുണ്ട്, അധ്യാപകർക്ക് ബാധ്യതയുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു ഉറച്ച സമീപനത്തോടു കൂടി ഈ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണഭോക്താവായിട്ട് നിൽക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധനം വിറ്റഴിക്കപ്പെടുന്നൊരു കേന്ദ്രം കേരളമാണ്. അതിപ്പോൾ കഞ്ചാവ് മാത്രമല്ല, മറ്റ് വിവിധ സാധനങ്ങൾ. അപ്പോൾ അതിനെല്ലാം എതിരായിട്ടുള്ള ജനങ്ങളെ അണിനിരത്താനുള്ള അതിശക്തിയായിട്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് ഗവൺമെൻറ് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അതിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് CPI-എം അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും സ്വതന്ത്രമായും ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് മുഖം നോക്കാതെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സംഘടന ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. പ്രശ്നമല്ല. ഇന്ന സംഘടനയുടെ ആളാണ്, ഇന്ന പാർട്ടീൻ്റെ ആളാണ് നോക്കിയിട്ട് ഒരു നിലപാടും സ്വീകരിക്കാതെ ആരായാലും അവരെ ഈ ലഹരിയിൽ നിന്ന് മുക്തി നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. പ്രതിപക്ഷം കുറച്ചുകൂടി ഈ കാര്യത്തിൽ രാഷ്ട്രീയ മനോഭാവം വിട്ട് സർക്കാർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കേണ്ട, ഈ വിഷയങ്ങളെ മൊത്തം രാഷ്ട്രീയവൽക്കരിച്ച് പോകുന്നത് ശരിയായ ഒരു നടപടിയാണോ? അതാണ്. ഇന്നലെ വരെ SFI ആണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. KSUവിൻ്റെ നേതാക്കന്മാരെ പിടിച്ചപ്പോൾ പിന്നെ മിണ്ടാട്ടില്ല. മനോരമ പോലെയുള്ള പത്രങ്ങൾ പറയുന്നത് SFI നേതാവും വിദ്യാർത്ഥികളും. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ KSU, SFI എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് പ്രതിയാക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പർവ്വതീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൻ്റെ പിന്നിൽ ഈ ലഹരിയുമായി പ്രവർത്തിച്ച വിഭാഗം ആരെയും നോക്കാൻ പാടില്ല. ഏതായാലും ഒരു കാര്യം ഇപ്പം വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വപരമായി പങ്കുവഹിച്ചത് KSUക്കാരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ SFIക്കാരും പങ്കുചേർന്നിട്ടുണ്ട്. ആരായാലും അത് ഇന്ന വിഭാഗമെന്ന് നോക്കാതെ കർശനമായ നിലപാട് സ്വീകരിച്ച് പോവുക എന്നുള്ള ഗവൺമെൻറ് സമീപനമാണ് ശരിയായിട്ട് നടപ്പിലാക്കേണ്ടത്. മുഖം നോക്കാതെ സർക്കാർ മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ ഒരു മുഖവും നോക്കേണ്ട കാര്യമില്ല, ഒരു രാഷ്ട്രീയവും നോക്കേണ്ട കാര്യമില്ല, ഏത് സംഘടനയാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇതിന് അടിമപ്പെട്ടു പോയവരെ രക്ഷിക്കണം, അതുവഴി സമൂഹത്തെയും രക്ഷിക്കണം. ഈ ഒരു ഉന്നം വെച്ചുകൊണ്ടുള്ള വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ കേരളത്തിലുടനീളം നടത്താൻ സാധിക്കണം എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ലഹരിക്കെതിരെ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമല്ല ഇത്? അല്ല, വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന പ്രസ്ഥാനവും സാമൂഹ്യ പ്രസ്ഥാനങ്ങളാകുകയും എല്ലാ വിഭാഗവും എന്ന് പറയേണ്ട കാര്യമില്ല, എല്ലാവരും കൂടുതൽ ജാഗ്രതയോടുകൂടി ഇതൊരു വലിയ അപകടമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ വരുന്നത് എന്ന് കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കണം. ലഹരിക്കെതിരായി സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും അതിന് രാഷ്ട്രീയം ഒരു തടസ്സമല്ല എന്നുമാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.